ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 41. ഈശോ ജോണിനെയും ജെയിംസിനെയും കണ്ടുമുട്ടുന്നു. ജോർദാൻ നദിയുടെ ഓരം ചേർന്നുള്ള പച്ച പിടിച്ച ഒരു നടപ്പാതയിലൂടെ ഈശോ നടന്നു പോകുന്നു. കടവിന് സമീപം പല പ്രായത്തിലുള്ള കുറേ ആളുകൾ എന്തോ ചൂടായി ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുന്നു. അക്കൂട്ടത്തിൽ ജോണും ജെയിംസുമുണ്ട്. ജോണാണ് ആദ്യം ഈശോയെ കാണുന്നത്. അയാൾ തൻ്റെ സഹോദരനും കൂടെയുള്ളവർക്കും ഈശോയെ കാണിച്ചു കൊടുക്കുന്നു. പിന്നെ ജോൺ ഈശോയുടെ അടുത്തെത്താൻ വേഗം നടക്കുന്നു. പുറകെ ജെയിംസും വരുന്നുണ്ട്. മറ്റുള്ളവർ ഒരു താല്പര്യവും കാണിക്കുന്നില്ല. ജോൺ ഈശോയുടെ അടുത്തെത്താറായപ്പോൾ വിളിച്ചു പറഞ്ഞു, ലോകത്തിൻ്റെ പാപങ്ങൾ എടുത്തു കളയുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടേ. ഈശോ തിരിഞ്ഞ് ജോണിനെ നോക്കുന്നു. ഈശോയുടെ നോട്ടം ഗൗരവത്തോടുകൂടെയാണ്. ജോണിൻ്റെ കണ്ണുകൾ നിഷ്കളങ്കമാണ്. യുവത്വം നിറഞ്ഞ സുന്ദരമായ മുഖം. 20 വയസ്സിനടുത്ത് പ്രായം കാണും. ചുവന്നു തുടുത്ത കവിളുകളിൽ ചെമ്പിച്ച രോമങ്ങൾ. നീ ആരെയാണ് അന്വേഷിക്കുന്നത്? ഗുരു, അങ്ങേ തന്നെ. ഞാൻ ഗുരുവാണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? സ്നാപക യോഹന്നാൻ എന്നോട് പറഞ്ഞു. നീ എന്തിനാണ് എന്നെ കുഞ്ഞാടേ എന്ന് വിളിച്ചത്? 1 മാസം മുമ്പ് യോഹന്നാൻ അങ്ങനെ അങ്ങേ വിളിക്കുന്നത് കേട്ടു. നിനക്കെന്താണ് വേണ്ടത്? ഈശോ ചോദിക്കുന്നു. നിത്യജീവൻ്റെ വാക്കുകൾ അങ്ങ് ഞങ്ങളോടും പറയണം. നിങ്ങൾ ആരാണ്? ഞാൻ സെബദിയുടെ മകൻ ജോൺ. ഇത് എൻ്റെ സഹോദരൻ ജെയിംസ്. ഞങ്ങൾ ഗലീലിയാക്കാരാണ്. ഞങ്ങൾ യോഹന്നാൻ്റെ ശിഷ്യരാണ്. മീൻപിടുത്തമാണ് ഞങ്ങളുടെ തൊഴിൽ. അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ ഞങ്ങൾ ശ്രദ്ധിച്ചു കേട്ടു. കാരണം ദൈവത്തെ പിന്തുടരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രായശ്ചിത്തം ചെയ്ത് ദൈവത്തിൻ്റെ മാപ്പിന് അർഹരാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ഹൃദയങ്ങളെ മിശിഹായുടെ വരവിന് സജ്ജമാക്കാനാണ്. അങ്ങാണ് മിശിഹ. സ്വർഗത്തിൽ നിന്ന് പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാരൂപി അങ്ങയുടെ മേൽ ഇറങ്ങി വരുന്നത് യോഹന്നാൻ കണ്ടു. ഞങ്ങളെ നേർവഴി നയിക്കാൻ ഇപ്പോൾ ആരുമില്ല. യോഹന്നാൻ എവിടെ? ഹെരോദേസ് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി കാരാഗൃഹത്തിൽ അടച്ചിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ കൂടെ വരട്ടെ. അങ്ങ് എവിടെയാണ് താമസിക്കുന്നതെന്ന് കാണിച്ചു തരൂ. വരൂ, നിങ്ങൾ എന്താണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ടോ? എന്നെ പിന്തുടരുന്നവൻ എല്ലാം ഉപേക്ഷിക്കണം. വീട്, ബന്ധുക്കൾ, സ്വാർത്ഥ ചിന്തകൾ, സ്വന്തം ജീവിതം. എനിക്ക് പണമില്ല. ഞാൻ സുരക്ഷിതനല്ല. എൻ്റെ ദാരിദ്ര്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. തല ചായ്ക്കാൻ പോലും എനിക്കിടമുണ്ടായിരിക്കുകയില്ല. ഒറ്റപ്പെട്ടുപോയ ഒരു ചെമ്മരിയാടിനെ ചെന്നായ്ക്കൾ എങ്ങനെ വേട്ടയാടുന്നുവോ അതിലും കൂടുതലായി എന്നെ അവർ വേട്ടയാടും. യോഹന്നാൻ പഠിപ്പിച്ചതിനേക്കാൾ കർക്കശമായ ഒരു ജീവിതശൈലിയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ആരോടും വിദ്വേഷം പാടില്ല എന്ന് ഞാൻ പഠിപ്പിക്കുന്നു. ബാഹ്യമായ ആചാരത്തേക്കാൾ ആത്മാവിനാണ് എൻ്റെ സിദ്ധാന്തത്തിൽ പ്രാധാന്യം. എൻ്റെ അനുയായികളാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വീണ്ടും ജനിക്കേണ്ടിയിരിക്കുന്നു. അതിന് നിങ്ങൾ തയ്യാറാണോ? ഗുരു, ഞങ്ങൾ തയ്യാറാണ്. അങ്ങയുടെ വാക്കുകൾക്ക് മാത്രമേ ഞങ്ങൾക്ക് വെളിച്ചം തരാൻ കഴിയൂ. എന്നാൽ വരൂ, നമുക്ക് പോകാം. വഴി നടക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഈശോ പറഞ്ഞു, എന്നെ എതിരേറ്റത് വലിയൊരു ജനക്കൂട്ടമാണ്. എന്നാൽ ഒരാൾ മാത്രമേ എന്നെ തിരിച്ചറിഞ്ഞുള്ളൂ. ആത്മാവും മനസ്സും ശരീരവും നിർമ്മലമായിരുന്ന ഒരാൾ. എല്ലാ ലൈംഗിക വീഴ്ചകളിൽ നിന്നും വിമുക്തമായിരുന്ന ഒരാൾ. പരിശുദ്ധിയുടെ പ്രാധാന്യം ഞാൻ എടുത്തു പറയുന്നു. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നിമിത്തം വിവാഹം നടത്താൻ കഴിയാതെ നിൽക്കുന്ന സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. അതല്ല ചാരിത്ര്യം. ചാരിത്ര്യം കാത്തു സൂക്ഷിക്കുന്ന പുരുഷന്മാർ ചുരുക്കമാണ്. കാലമാകും മുമ്പേ ലൈംഗിക വീഴ്ചയ്ക്ക് പോകുന്ന ചെറുപ്പക്കാരിൽ നിന്ന് അശീല മനസ്സുകളും രോഗം ബാധിച്ച ശരീരങ്ങളുമുള്ള കുടുംബനാഥന്മാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സ്വയം സ്വീകരിക്കുന്ന ചാരിത്രവ്രതമുണ്ട്. ആത്മാവിൻ്റെ ഊഷ്മളതയോടുകൂടി കർത്താവിന് കാഴ്ചവെക്കുന്നവർ. മനോഹരമായ ഒരു ജീവിതാവസ്ഥയാണ് അത്. പക്ഷേ എല്ലാവരും അതിൽ ഉറച്ചു നിൽക്കുന്നില്ല. ബാഹ്യമായി കന്യാവ്രതം കാത്തു സൂക്ഷിക്കുന്നവരാണ് വളരെ പേരും. ചിന്തകളിൽ അവർ വിശ്വസ്തത പുലർത്തുന്നില്ല. അർത്ഥചാരിത്രം കാത്തു സൂക്ഷിക്കുന്നവരാണവർ. അവരുടെ ശരീരം പങ്കിലമല്ലെങ്കിലും ഹൃദയം പങ്കിലമാണ്. അവരുടെ ഹൃദയത്തിൽ ലൈംഗിക വികാരങ്ങൾ തിളച്ചു മറിയുകയാണ്. അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോഴും സംസ്കാരത്തിൻ്റെ അതിർവരമ്പുകളിൽ നിർത്താൻ ശ്രമിക്കുമ്പോഴും സങ്കല്പത്തിൽ അവർ ഭോഗസുഖം അനുഭവിക്കുന്നു. കന്യാവ്രതത്തെ സംബന്ധിച്ച കാപഢ്യം പലയിടത്തുമുണ്ട്. പുറന്തോട് മാത്രം കാണാം, അകത്ത് കാമ്പില്ല. ഒരു മർദ്ദകൻ്റെ മൃഗീയതയിൽ തകർന്നു പോയ ലില്ലിപ്പൂക്കളുമായി എത്തുന്നവരെ
കന്യകകൾ എന്ന് ഞാൻ വിളിക്കും. എന്നാൽ ബാഹ്യമായി കന്യാത്വത്തിന് ഹാനിയൊന്നും ഏറ്റിട്ടില്ലെങ്കിലും ഉള്ളിൽ ലൈംഗികതയുടെ ചിന്തകളെ താലോലിക്കുകയും അങ്ങനെ ഏകാന്തതയുടെ മണിക്കൂറുകളെ മനോഭോഗം കൊണ്ട് നിറയ്ക്കുകയും ചെയ്തവരെ ചാരിത്രം കാത്തു സൂക്ഷിക്കാത്തവർ എന്ന് ഞാൻ വിശേഷിപ്പിക്കും. ആദ്യത്തെ കൂട്ടർക്ക് കന്യാത്വത്തിൻ്റെ കിരീടവും രക്തസാക്ഷിത്വത്തിൻ്റെ കിരീടവും ഞാൻ നൽകും. ലൈംഗിക ഭോഗങ്ങൾ ആത്മാവിൻ്റെ ശക്തിയെ തകർക്കും. അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത്യാഗ്രഹവും അധികാരമോഹവും ദൈവദൂഷണവും ദൈവിക നിയമങ്ങളെ പുച്ഛിച്ചു തള്ളലും ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊള്ളും. ആദ്യത്തെ കാൽവയ്പ് ഇന്ദ്രിയ സുഖത്തിലൂടെയാണ് സാത്താൻ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് കണ്ണിൻ്റെ വിശുദ്ധി വളരെ പ്രധാനമാണെന്ന് പറയുന്നത്. കണ്ണിൻ്റെ അശുദ്ധി ഹൃദയ നൈർമല്യത്തെ കെടുത്തുന്നു. ഹൃദയത്തിന് നൈർമല്യമുള്ളവർ ഭാഗ്യവാന്മാരാണ്. അവർ ദൈവത്തെ കാണും. ഈ ലോകത്ത് വച്ച് തന്നെ അവർ ദൈവത്തെ കാണും. അവർ ദൈവത്തെ പിന്തുടരുന്നു. മറ്റുള്ളവർക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. സെബദിയുടെ മകനായ ജോൺ ആത്മവിശുദ്ധിയുള്ളവനാണ്. എൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പരിശുദ്ധിയുള്ളവൻ അവനാണ്. പൂവ് പോലെ മനോഹരമായ ഒരാത്മാവ് മാലാഖയുടേതുപോലെ പവിത്രമായ ഒരു ശരീരത്തിൽ കുടികൊള്ളുന്നു. അവൻ ഹൃദയപരിശുദ്ധിയുള്ളവനായതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയെ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ ഏറ്റവും സ്നേഹിച്ച സൃഷ്ടിയെയും അവൻ്റെ പരിശുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എൻ്റെ ആദ്യത്തെ ശിഷ്യൻ ജോണായിരുന്നു. സ്നാപകൻ എന്നെ അവന് കാണിച്ചു കൊടുത്തു. അന്ന് തൊട്ട് അവൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവിൽ ഉരുകിച്ചേർന്നു. എന്നെ കണ്ടുമുട്ടാതിരുന്നെങ്കിൽ തന്നെ അവൻ എന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചേനെ.